പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വാട്ടർ ടാങ്ക് ഉണ്ട്. എന്നാൽ ഈ വാട്ടർ ടാങ്കിൽ നമ്മൾ ഒരു ഓട്ടോമാറ്റിക് സ്വിച്ച് വയറിംഗ് സമയത്ത് തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലതായിട്ടുള്ള ചെലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കിതല്ലാതെ നമുക്ക് നമ്മളുടേതായ രീതിയിൽ കുറഞ്ഞ ചെലവിൽ ഒരു വാട്ടർ ടാങ്കിന് ഒരു ഓട്ടോമാറ്റിക് സ്വിച്ച് എങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ പറയുന്നത്. നമുക്ക് തന്നെ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി, ഇലക്ട്രീഷ്യനെ ഒന്നും വിളിക്കാതെ നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ലളിതമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലുടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും അതൊരു ഉപകാരമാവട്ടെ. നമുക്ക് അതെങ്ങനെയാണ് നമുക്കത് ഫിറ്റ് ചെയ്യേണ്ടത്, അതിന്റെ കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ ഞാൻ ഓൺലൈൻ വഴി വരുത്തിയ ഒരു ഫ്ലോട്ട് സ്വിച്ച് ആണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇത് ഒരു ഫ്ലോട്ട് സ്വിച്ചും അത് പോയിട്ട് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏകദേശം 1.5 മീറ്റർ അടുപ്പിച്ചുള്ള ഒരു കേബിള് അതിൽ കാണാൻ സാധിക്കും. അതിൽ 3 വയറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരു ബ്ലാക്ക് വയർ, ഒരു ബ്ലൂ വയർ, ഒരു ഗ്രേ വയറാണ്. ഇതിൽ ഗ്രേ വയർ നമുക്ക് ആവശ്യമില്ല. ഇതിൽ ബ്ലൂവും ബ്ലാക്കും മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതിന്റെ ഓപ്പോസിറ്റ് പൊസിഷൻ ചെയ്യുന്നതാണ് ഈ ഗ്രേ വയർ. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. ഇനി അതിലൊരു വെയിറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലോട്ട് സ്വിച്ചിനെ ബാലൻസ് ചെയ്യുന്ന സാധനം. നമുക്ക് സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുന്നതും ഓഫ് ആകുന്നതും ഈ വെയിറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ ഈ വയറുമായിട്ട് കണക്ട് ചെയ്യുക. ഇതുപോലെ കണക്ട് ചെയ്യുക. ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് അങ്ങോട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങ് കയറിപ്പോരും. അത് നമ്മൾ എത്ര ദൂരമാണ് നമ്മൾ നമ്മുടെ ടാങ്കിന്റെ ആ പൊസിഷൻ അതനുസരിച്ച് നമ്മൾ അത് നോക്കിയതിന് ശേഷം മാത്രമാണ് ഈ വെയിറ്റ് അതനുസരിച്ച് വേണം. ഈ വെയിറ്റ് ആണ് നമ്മൾ ഫ്ലോട്ട് സ്വിച്ചിനെ പ്രവർത്തിപ്പിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 500 ടാങ്ക് വരെ നമുക്ക് ഇതിൽ കൊടുക്കാം. നിങ്ങളുടെ ഇനി 1000-ന്റെ ടാങ്കാണ്, 1000 ലിറ്ററിന്റെ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 മീറ്ററിന്റെ ഫ്ലോട്ട് സ്വിച്ച് നമ്മൾ വാങ്ങേണ്ടതാണ്. 500 വരെ നമുക്ക് 1.5 മീറ്റർ മതി. അത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുക. അതിൽ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ എഴുതിയ ഒരു കേരളക്ക് കൊടുത്ത ഒരു സംഭവം അതിൽ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഇതിന്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. അത് ഏത് രീതിയിലാണ് നമുക്ക് കൊടുക്കേണ്ടത്, അതിന്റെ വയറുകൾ ഏതെല്ലാം പൊസിഷനിലുള്ളതാണ്, ഏതെല്ലാം കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അതിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാം. ഈ വയറുകളുടെ നമുക്ക് വേണ്ടാത്ത വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോട്ടോറിനെ ഒരു ബൾബായിട്ട് സങ്കല്പിക്കാം. കാര്യം പവർ മോട്ടറിലേക്ക് വരുന്നത് നമ്മൾക്ക് ബൾബിൽ പവർ വരുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഒരു വയർ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുക. അപ്പോൾ ഒരു വയർ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം അത് കാണുന്ന നമുക്ക് ആവശ്യമില്ലാത്ത ആ വയർ, ഗ്രേ കളറിലുള്ള വയർ, നമ്മൾ അതിനെ ഇൻസുലേഷൻ ചെയ്ത് നല്ല സുരക്ഷിതമായിട്ട് വെക്കുക. നല്ല സുരക്ഷിതമായിട്ട് ഇതുപോലെ വയ്ക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള 2 വയറുണ്ട്. 2 വയറുകൾ ആവശ്യമുള്ള 2 വയറുകളുണ്ട്. അതിൽ ആ 2 വയറും നമ്മളിപ്പോ എടുത്ത കണക്ഷനിൽ ബൾബിന്റെ കണക്ഷനിലെ ഒരു വയർ കട്ട് ചെയ്തതിന് ശേഷം, ഒരു വയർ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ക്ലിയർ ആയിട്ട് കൊടുക്കുക. ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക,
മെയിൻ ഓഫ് ചെയ്തതിന് ശേഷം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കണക്ഷൻ കൊടുക്കാത്ത സമയത്തുമാണ് ഇതെല്ലാം കറക്റ്റ് ചെയ്യാനുള്ളത്. ഇതുപോലെ നമ്മൾ കൊടുക്കുക. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് ഇൻസുലേഷൻ നമ്മൾ അതിൽ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്കതിൽ കാണാൻ സാധിക്കും, നമ്മൾ ഫ്ലഗും നമ്മുടെ ബൾബുമായിട്ട് യോജിപ്പിച്ചിട്ടുള്ള ആ വയറിൽ നമ്മുടെ ഈ ഫ്ലോട്ട് സ്വിച്ച് കയറ്റി ഇറക്കി കൊടുത്തിരിക്കുകയാണ്. ഏത് മെയിൻ ആയിരുന്നാലും ന്യൂട്രൽ ആയിരുന്നാലും കുഴപ്പമില്ല. ഒരു വയർ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിപ്പോൾ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് അതിന്റെ കണക്ഷൻ. ഇത്രയും മാത്രമാണ് അതിന്റെ കണക്ഷൻ. ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. വയർ മാത്രം നമുക്ക് വേണ്ട, ആവശ്യമില്ലാത്ത വയർ നമ്മൾ അതിൽ നോക്കി കണ്ടുപിടിച്ചാൽ മാത്രം മതി. നമുക്ക് ബാക്കി വെച്ചതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ടാങ്കിൽ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമുക്കിത് ഈ ഫ്ലോട്ട് സ്വിച്ചിന്റെ പ്രവർത്തനം നമുക്ക് നോക്കാം. ഇനി ഞാൻ ഒരു ബക്കറ്റിൽ അത് നമ്മൾ ഒന്ന് ഫിറ്റ് ചെയ്യുകയാണ്. ഈ ഫ്ലോട്ട് സ്വിച്ച് ഒന്ന് ഫിറ്റ് ചെയ്യുകയാണ്. ബൾബ് കണക്ട് ചെയ്തിരിക്കുകയാണ്. കാര്യം ഇപ്പോൾ ഫ്ലോട്ട് സ്വിച്ചിന് ശേഷം ഫ്ലോട്ട് സ്വിച്ചിന്റെ ഫ്ലോട്ട് താഴെ ആയതിന്റെ പേരിൽ ബൾബ് കത്തി കിടക്കുകയാണ്. ഉയർത്തുമ്പോഴത്തേക്ക് നമുക്കത് ബൾബ് അണയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വെയിറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ വെച്ചതിന് ശേഷം ബാക്കി വയറിന്റെ ഭാഗം നമ്മുടെ ടാങ്കിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ, ഇതിപ്പോ ഞാൻ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ബക്കറ്റിന്റെ ഒരു സൈഡിൽ ഞാൻ ഇതുപോലെ കെട്ടി വെക്കുകയാണ്. നല്ല രീതിയിൽ അനങ്ങാത്ത രീതിയിൽ നമ്മൾ കെട്ടിവെക്കുക ടാങ്കിന്റെ ഇത്. ഇപ്പോൾ ബൾബ് കത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാര്യം ഫ്ലോട്ട് നേരെ താഴെയാണ് എന്ന് വെച്ചാൽ ടാങ്കിൽ വെള്ളമില്ലാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് മോട്ടോർ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഫ്ലോട്ട് പൊന്തി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വെയിറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓവർഫ്ലോ ഒക്കെ നോക്കി വേണം അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ശകല ഐഡിയപരമായിട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും ബൾബ് അണഞ്ഞു. നമ്മുടെ ഫ്ലോട്ട് ഉയരായപ്പോഴത്തേക്ക് ബൾബ് അണഞ്ഞു. അപ്പോൾ നമ്മുടെ മോട്ടർ ഓഫ് ആവും. ടാങ്കിൽ ഓവർഫ്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഞാൻ അതിനെ ഫ്ലോട്ട് താത്ത് വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ അത് മോട്ടോർ പ്രവർത്തിക്കുന്നു. ബൾബ് കത്തുക എന്ന് പറഞ്ഞാൽ മോട്ടോർ പ്രവർത്തിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇതാ മോട്ടോർ നമുക്ക് ഫിറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ചെയ്യാൻ ഇത് അസാധ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കാണിച്ചിരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഫിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കുറഞ്ഞ ചെലവിൽ.